വൈകുണ്ഠ ഏകാദശി ഹിന്ദു ധർമ്മത്തിൽ ഏറ്റവും വിശുദ്ധമായി കരുതപ്പെടുന്ന ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി. ഈ ദിനം ഭഗവാൻ വിഷ്ണുവിൻ്റെ വൈകുണ്ഠ ലോകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിനം എന്നാണ് വിശ്വാസം. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നത്. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും വിഷ്ണുനാമം ജപിക്കുകയും ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് പുരാണങ്ങൾ പറയുന്നു. വൈകുണ്ഠ ഏകാദശിയുടെ പുരാണകഥ. പത്മപുരാണത്തിൽ പറയുന്ന കഥയനുസരിച്ച് ഒരു കാലത്ത് മുരൻ എന്ന അസുരൻ ദേവന്മാരെ പീഡിപ്പിച്ചു. ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിനെ അഭയം തേടി. ദീർഘകാലം നീണ്ട യുദ്ധത്തിന് ശേഷം വിഷ്ണു യോഗനിദ്രയിൽ പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് ഉദിച്ച ഏകാദശി ദേവി മുരനെ വധിച്ചു. ഈ സന്തോഷത്തിൽ ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഇന്നു മുതൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എൻ്റെ ലോകമായ വൈകുണ്ഠത്തിൽ പ്രവേശനം ലഭിക്കും. അതിനാലാണ് ഈ ദിവസം വൈകുണ്ഠ ഏകാദശി എന്ന ലോകമായ വൈകുണ്ഠത്തിൽ പ്രവേശനം ലഭിക്കും. അതിനാലാണ് ഈ ദിവസം വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്നത്. വൈകുണ്ഠദ്വാരം തുറക്കുന്ന വിശ്വാസം. ഈ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ വൈകുണ്ഠദ്വാരം എന്ന പ്രത്യേക വാതിൽ തുറക്കുന്നു. ആ വാതിലിലൂടെ ദർശനം നടത്തുന്നത് മോക്ഷത്തിലേക്കുള്ള വഴിയിലൂടെ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. തിരുപ്പതി, ഗുരുവായൂർ, ശ്രീരംഗം പോലുള്ള ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഈ ദിവസം ദർശനത്തിനായി എത്തുന്നു. ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം. വൈകുണ്ഠ ഏകാദശി വ്രതം ശരീരശുദ്ധിയേക്കാൾ കൂടുതലായി മനസ്സിൻ്റെ ശുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ദിവസം അഹങ്കാരം വിട്ട് അസൂയ ഒഴിവാക്കി ദോഷചിന്തകൾ മാറ്റി വിഷ്ണു നാമസ്മരണം ചെയ്താൽ ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും ലഭിക്കും. ഉപവാസം ചെയ്യാൻ കഴിയാത്തവർക്ക് പോലും നാമജപം, ഭഗവത്ഗീത വായന, വിഷ്ണു സഹസ്രനാമം ചെയ്യുന്നത് മഹത്തായ ഫലമാണ് നൽകുന്നത്. ഈ ദിവസം ചെയ്യേണ്ടത്: രാവിലെ ശുദ്ധിയോടെ എഴുന്നേൽക്കുക, തുളസിയില സമർപ്പിച്ച് വിഷ്ണു പൂജ ചെയ്യുക, ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക, സാധ്യമെങ്കിൽ ഉപവാസം പാലിക്കുക, അന്നദാനം, സഹായം, സദാചാരം പാലിക്കുക. ഇതെല്ലാം ചേർന്നാൽ ഈ ദിവസം ജീവിത പരിവർത്തന ദിനമായി മാറും. വൈകുണ്ഠ ഏകാദശി ഒരു ദിവസം മാത്രമുള്ള വ്രതമല്ല, മുഴുവൻ ജീവിതത്തെയും ശുദ്ധമാക്കുന്ന ആത്മീയ അവസരമാണ്. ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ ശുദ്ധമായ ഹൃദയത്തോടെ സ്മരിച്ചാൽ വൈകുണ്ഠം അകലെയല്ല, നമ്മുടെ മനസ്സിനുള്ളിലാണ്. ഓം നമോ നാരായണായ.